തുടരും സിനിമയിലെ നടി ശോഭനയുടെ കഥാപാത്രത്തിന് വേണ്ടി ഡബ്ബ് ചെയ്ത് ഭാഗ്യലക്ഷ്മിയായിരുന്നു. എന്നാൽ റിലീസ് അടുത്തപ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം നീക്കം ചെയ്ത് ശോഭന സ്വയം ഡബ്ബ് ചെയ്തു. ഭാഗ്യലക്ഷ്മിയോട് ഇക്കാര്യം അണിയറപ്പുറത്ത് പറഞ്ഞതിരുന്നില്ല. അതൊരു വലിയ അപമാനിക്കലാണെന്ന് തനിക്ക് തോന്നിയെന്ന് നിയോ പ്രൈം എന്റർടൈൻമെന്റ് നൽകിയ അഭിമുഖത്തിൽ ഭാഗ്യലക്ഷ്മി പറയുന്നു. ശോഭനയ്ക്കെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നു എന്നും കേവലം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ലെന്ന തോന്നൽ അണിയറപ്പുറത്തൊക്കെ ഉള്ളതായി തനിക്ക് തോന്നിയെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. തുടരും ടീമിന്റെ ഭാഗത്തു നിന്നും കോളൊന്നും വന്നിരുന്നില്ല. അവരെ സംബന്ധിച്ച് പരാതി പറഞ്ഞ് വെറും ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മാത്രമാണ്. കേവലം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന്റെ വാക്കുകൾ നമ്മൾ ഇത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന തോന്നലാകാം. കുതിരവട്ടം പപ്പുവിന്റെ മകൻ ബിനു പപ്പു എന്തോ ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ബിനുവിന് ആ സിനിമയിൽ എന്താണ് റോളെന്ന് തനിക്ക് അറിയില്ല. കാരണം ഡബ്ബിങ്ങിന് പോയപ്പോൾ ബിനുവിനെ ഒന്നും ഞാൻ അവിടെ കണ്ടിരുന്നില്ല. അവതാരിക ആ അഭിമുഖത്തിൽ ഞാൻ തുടരും സിനിമയിൽ ഡബ്ബ് ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ബിനുവിനോട് ചോദിച്ചിരുന്നു. സംവിധായകന്റെ പ്രതികരണം എന്തായിരുന്നു എന്നാണ് അവതാരിക ബിനുവിനോട് ചോദിച്ചത്. അതിനൊന്നും മറുപടി കൊടുക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു അവരുടെ മറുപടി എന്നാണ് ബിനു പറഞ്ഞത്. പരമപുച്ഛമാണ്. ഒന്ന് വിളിച്ച് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു എന്ന ഒരു ആശ്വാസ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. എന്നെ മാറ്റി നിർത്തിയാൽ എനിക്ക് ഒരു പരാതിയുമില്ല. സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്യണമെന്ന് ശോഭനയ്ക്ക് തോന്നിയാൽ ഒരു തെറ്റുമില്ല. ഇത്രയും വർഷങ്ങളായി ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി ഓൾറെഡി തൻ്റെ കഥാപാത്രത്തെ ഡബ്ബ് ചെയ്തുവെന്ന് അറിയുമ്പോൾ അവർക്ക് എന്നെ ഒന്ന് വിളിച്ചു പറയാമായിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് ശോഭന എന്നെ വീഡിയോ കോൾ ചെയ്തു. അങ്ങനെ ആരോടും ഫ്രണ്ട്ലി ആവാത്ത നടിയാണ്. അങ്ങനെ ഒരാളാണ് എന്നെ ആദ്യമായി വീഡിയോ കോളിൽ വിളിച്ച് ഫ്രണ്ട്ലിയായി സംസാരിച്ചത്. ഞാൻ മുമ്പ് അവർക്ക് ഡബ്ബ് ചെയ്തപ്പോൾ മനോഹരമായ കഥാപാത്രം ചെയ്ത് ആ സിനിമകൾ സൂപ്പർ ഹിറ്റായെന്നും ഒന്നും ശോഭന എന്നെ വിളിച്ചിട്ടില്ല. അന്ന് വിളിച്ചത് ഏതോ ഒരു പരസ്യത്തിൻ്റെ കാര്യം പറയാനാണ്. അതിന് സ്വന്തം ഡബ്ബ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാനാണ് വിളിച്ചത്. ഇക്കാര്യം പോലും ചോദിക്കാൻ വിളിച്ചയാളാണ്. തുടരുമിന് വേണ്ടി ഞാൻ മുഴുവൻ ഡബ്ബിങ്ങും ചെയ്തേക്കാമെന്ന് അവർക്കറിയാം. നിർമ്മാതാവ് രഞ്ജിത്ത് തന്നെയാണ് എന്നോട് ഇക്കാര്യം പറഞ്ഞത്. ഡബ്ബ് ചെയ്യാൻ സമ്മതിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്ന് ശോഭന പറഞ്ഞുവെന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. അവർ വോയിസ് മാറ്റിയെന്ന് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അത് അങ്ങോട്ട് വിളിച്ച് ചോദിച്ചതുകൊണ്ട് ഞറിഞ്ഞു. എനിക്ക് സ്വയം ഡബ്ബ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് ശോഭന ഒരു വാക്ക് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമായിരുന്നു ഇത്. സംവിധായകൻ പോലും പറഞ്ഞിരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടികൊള്ളുന്നതും അലറി വിളിക്കുന്നതും അടക്കമുള്ള എല്ലാ സീനുകളും ഡബിൾ ചെയ്തിപ്പിട്ട് നമ്മളെ അപമാനിച്ചതുപോലെ എന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു. അടുത്തിടെ റിലീസ് ചെയ്തത് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മോഹൻലാൽ സിനിമ കൂടിയാണ് താരമൂർത്തിയുടെ തുടരും.